ഈ ഒരു വീഡിയോ അത് വിവാഹാലോചന നോക്കുന്ന ആൺകുട്ടിയുടെ മാതാപിതാക്കളുടെ വിഷമം കണ്ടിട്ട് ചെയ്യുന്നതാണ്. ദിവസവും കുറച്ചധികം അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ ഒക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൽ പെൺകുട്ടിയുടെ വീട്ടുകാരെക്കാളും വിവാഹാലോചന നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സങ്കടം, വിഷമം ഇതൊക്കെ അനുഭവിക്കുന്ന ആരാന്ന് വെച്ചാൽ ആൺകുട്ടികളുടെ മാതാപിതാക്കളാണ്. വേറൊന്നുകൊണ്ടല്ല, ചിലരുടെ കാര്യത്തിൽ എല്ലാം കാണും. അതായത് എല്ലാം കാണും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം, ജോലി, അങ്ങനെ സാമ്പത്തികം, ബാക്കി ചുറ്റുപാട്, സൗന്ദര്യം എല്ലാം കാണും. ചിലപ്പോൾ അവരുടെ വിശ്വാസങ്ങളായിരിക്കും അവർക്ക് ആ വിവാഹത്തിലേക്ക് എത്തിക്കാത്തത്. പക്ഷെ ചിലരുടെ അങ്ങനെയല്ല, അവരുടെ വീടുകളിലെ സാഹചര്യം കൊണ്ട് ആ ആൺകുട്ടികൾക്ക് പഠനം, ചിലപ്പോൾ മിനിമം വിദ്യാഭ്യാസം എന്ന് പറയുന്ന +2, അത് കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും ഡിപ്ലോമ കോഴ്സുകളോ അല്ലെങ്കിൽ ചെയ്യാത്തവർ കാരണം ചിലപ്പോൾ പുറത്തു പോയവരായിരിക്കും, ചിലപ്പോൾ നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കും. പക്ഷെ നല്ല സ്വഭാവ ഗുണങ്ങളുള്ള നല്ല ആൺകുട്ടികളായിരിക്കും. പക്ഷെ അവരുടെ വിദ്യാഭ്യാസം അതായതുകൊണ്ടും ജോലി എടുത്തു പറയത്തക്ക ജോലി അല്ലാത്തത് കൊണ്ട് ഒട്ടുമിക്ക പെൺകുട്ടികളുടെ വീട്ടുകാർക്കൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിയാണ്. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ആ ആൺകുട്ടികളുടെ പ്രായങ്ങൾ അവിടെ കൂടിക്കൂടി പോകുന്നു. ഈ മാതാപിതാക്കളുടെ എത്രയായിരുന്നാലും സ്വന്തം മക്കളുടെ വിവാഹം വൈകുന്തോറും അറിയാമല്ലോ. ഇതിൻ്റെ ഇടയിൽ നല്ല പെൺകുട്ടികൾ ആലോചിച്ചും കണ്ട് അവർ തീരുമാനമെടുത്ത് വിവാഹം കഴിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ചിലരുടെ കാര്യത്തിൽ ഈ സർവീസുകളൊക്കെ ആയിട്ട് പോകുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ഒരുപാട് പേരിങ്ങനെ നോക്കുന്നുണ്ട്. നോക്കി ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചതിന് ശേഷമായിരിക്കാം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്തിലേക്ക് അവർക്ക് വിവാഹത്തിലേക്ക് എത്തുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ പുറമേ കാണുന്നതായിരിക്കില്ല അവർക്ക് അവരുടേതായിട്ടുള്ള, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ അന്വേഷിക്കുമ്പോൾ അവർക്കൊരു പക്ഷേ എന്തെങ്കിലും താല്പര്യമില്ലായ്മ വരുന്നത് കൊണ്ടായിരിക്കാം. പൂർണ്ണമായിട്ടും ഇതാണ് എന്നും പറയുന്നില്ല. പക്ഷേ ഏതൊരു ആലോചന വരുമ്പോഴും ഒരു കാര്യം ചെയ്യാം. ഒരു ആൺകുട്ടിയുടെ വിദ്യാഭ്യാസം കുറഞ്ഞു പോയാൽ ചെയ്യേണ്ട കാര്യം, അയാളുടെ വിദ്യാഭ്യാസം കുറവാണ്, ജോലി ഇതാണ്, പക്ഷേ അതുകൊണ്ട് മാത്രം ആളെ അളക്കാതിരിക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുക, അവരെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അന്വേഷിക്കുക. അറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു പങ്കാളിയെ കിട്ടുമ്പോൾ നല്ലൊരു പങ്കാളിയാണോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. ആൾക്ക് അധ്വാനിച്ച് നമ്മളെ നോക്കാനും ഒരു കുടുംബം കൊണ്ട്